ഇന്ന് ഒക്ടോബർ 22 ഇന്റർനാഷണൽ സ്റ്റട്ടറിംഗ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. എന്താണ് സ്റ്റട്ടറിംഗ്? സംസാരത്തിൻ്റെ സ്വാഭാവിക ഫ്ലോയെ തടസ്സപ്പെടുത്തി വരുന്ന ഡിസ്ഫ്ലുവൻസീസിനാണ് സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. ഇത് 3 തരത്തിലുണ്ട്: റെപ്പറ്റീഷൻസ്, പ്രൊലോങ്ങേഷൻസ്, ബ്ലോക്സ്. റെപ്പറ്റീഷൻസ് അഥവാ ആവർത്തനങ്ങൾ, പ്രൊലോങ്ങേഷൻസ് എന്ന് പറയുമ്പോൾ നീട്ടി പറയുന്നു, ബ്ലോക്സ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ. സ്റ്റട്ടറിങ്ങിൻ്റെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും തലച്ചോറിലെ ചില വ്യത്യാസങ്ങൾ കാരണമോ അല്ലെങ്കിൽ പാരമ്പര്യമോ ആവാം ഇതിനൊരു ഘടകം എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ റെപ്പറ്റീഷൻസ് ആയി വരാറുണ്ട്. അത് അവരുടെ നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിന് നോർമൽ നോൺ ഫ്ലുവൻസി അല്ലെങ്കിൽ NNF എന്ന് പറയുന്നു. ഇതൊരു ബുദ്ധിമുട്ടായോ അല്ലെങ്കിൽ അവർ അവെയറോ അല്ല അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇത് 6 മാസമോ 1 വർഷമോ മാറാതെ നീണ്ടു നിന്ന് അതിൻ്റെ തോത് കൂടുകയും മാത്രമല്ല അതിൻ്റെ കൂടെ സെക്കൻഡറി ബിഹേവിയേഴ്സ്, അതായത് സംസാരിക്കുമ്പോൾ കണ്ണ് ചിമ്പുക, കയ്യെറുക്കുക, തലച്ചിരിക്കുക, മാത്രമല്ല എസ്കേപ്പ് ആൻഡ് അവോയ്ഡൻസ് ബിഹേവിയേഴ്സ്, വിക്ക് വരാൻ പോകുന്നു എന്നോർത്ത് ആ സംസാരം അവസാനിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വിൽക്കുന്ന ഒരു വാക്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ വാക്ക് കംപ്ലീറ്റായി ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഫീച്ചേഴ്സായിട്ട് കാണുന്നത്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക. സ്പീച്ച് തെറപ്പി അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എങ്ങനെ സ്റ്റട്ടറിങ് മാനേജ് ചെയ്യാം എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. വിക്ക് ചെറിയ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും കാണാം. വിക്കിൻ്റെ പ്രധാന സ്വഭാവം എന്നത് ഇത് ഭയങ്കര വേരിയബിളാണ്. അതായത് ചില സിറ്റുവേഷൻസിൽ കാണാൻ പറ്റും, ചിലതിൽ കാണാൻ പറ്റില്ല. ചില ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോഴായിരിക്കാം വിക്ക് വരുന്നത്, ചില വാക്കുകളിലോ ശബ്ദങ്ങളിലായിരിക്കും വിക്ക് വരുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് കാണാനേ പറ്റില്ല. വിക്ക് ഉള്ളവർക്ക് ബുദ്ധിക്കുറവോ അല്ലെങ്കിൽ പേടിയോ അല്ല. ഇത് അവരുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളുടെ വ്യത്യാസങ്ങൾ കാരണമാണ് വിക്ക് വരുന്നത്. മുതിർന്നവർക്ക് കുട്ടികളെ പോലെ അല്ലെങ്കിൽ പോലും സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള സ്പീച്ച് തെറപ്പി ടെക്നിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റും. വിക്കുള്ളവർക്ക് സമൂഹത്തിൽ ഇറങ്ങി സംസാരിക്കാനോ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല ഈ വിക്ക് കാരണം അവർക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ഒരിക്കലും നെഗറ്റീവായി പെരുമാറുകയോ ദേഷ്യപ്പെടുകയോ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയോ ചെയ്യരുത്. അതല്ലാണ്ട് അവർക്ക് പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കുകയും മാത്രമല്ല നല്ലൊരു ലിസണറായിരിക്കുകയും ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കൺസൾട്ടും ചെയ്യിപ്പിക്കുക.